ഗൈസ്, ഞാന് ഇന്നൊരു സിനിമ കണ്ടു. കറക്കം എന്നാണ് സിനിമയുടെ പേര്. ചാൾസ് എന്റർപ്രൈസസ് എന്ന മൂവിക്ക് ശേഷം സുഭാഷ് ലളിത സുബ്രഹ്മണ്യം ഡയറക്ട് ചെയ്ത മൂവിയാണ്. ശ്രീനാഥ് ബാസി, അഭിരാം രാധാകൃഷ്ണൻ, പ്രവീൺ ടി ജെ, ഫെമിന ജോർജ്, സിദ്ധാർത്ഥ് ഭരതൻ, മണികണ്ഠൻ, ഇങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആക്ടേഴ്സ് ഒക്കെ അഭിനയിച്ചു പോയിട്ടുള്ള മൂവിയാണ്. ഹൊറർ കോമഡി ജോണറിൽ പെട്ട മൂവിയാണ്. ആക്ച്വലി ഈ മൂവിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ പറയുന്ന ജോണറാണ്. അതായത് ഹൊറർ സംഭവം വരുന്നുണ്ട്, ഇപ്പുറത്ത് ആ പറയുന്ന കോമഡി, ആ ഹ്യൂമർ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇത് ഒരുമിച്ച് ബാലൻസ് ചെയ്യാൻ പറ്റിയ മാത്രമേ ഇതിന് നമുക്ക് കറക്റ്റ് ആയിട്ട് പക്കായിട്ടൊരു ഹൊറർ കോമഡി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ സിനിമയിലാണെങ്കിൽ ഇത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നം. അതിൽ പ്രേതം സെറ്റപ്പ് ഇവിടെ കിടക്കുന്നുണ്ട്, അത് തന്നെ ഒരു കഥയാണ്, ഞാൻ പറയാം. ഇപ്പുറത്ത് കിടക്കുന്ന ഈ പറയുന്ന കോമഡി സെറ്റപ്പിലേക്ക് വരുന്ന സമയത്ത് തുടക്കം മുതൽ അവസാനം വരേക്കും കുറേ കോമഡി ഡയലോഗ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരിടത്ത് പോലും നമുക്ക് ചിരി വരുന്നില്ല. ചില സമയത്ത് നമുക്ക് സഹതാപത്തിന്റെ പുറത്തുനിന്ന് ചിരിച്ചു കൊടുത്താലോ എന്ന് പോലും അങ്ങനത്തെ ഒരു തോട്ട് പോലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ശ്രീനാഥ് ബാസി ചെയ്യുന്ന ക്യാരക്ടറിലൂടെ കുറേ ഡയലോഗ്സ് കൊടുത്തിട്ടുണ്ട്. ആ ക്യാരക്ടർ മാത്രമല്ല, പ്രവീൺ ടി ജെ ഇപ്പുറത്ത് ചെയ്യുന്ന ഖാജ എന്ന് പറയുന്ന കഥാപാത്രം, ആ കഥാപാത്രത്തിലൂടെ കുറേ ഡയലോഗ്സ് കൊടുത്തു. ഒന്നും ചിരി വരാത്ത അവസ്ഥയായിരുന്നു. അപ്പൊ പ്രേതം സെറ്റപ്പിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ പോലും ഈ പ്രേതം സെറ്റപ്പും ആക്ച്വലി എനിക്ക് അത്രയ്ക്ക് വർക്കായിട്ടില്ല. സത്യം പറയാലോ, ഫസ്റ്റ് ഹാഫിലൊക്കെ പെട്ടെന്ന് സംഭവം കാണിച്ചു പോയി എന്നല്ലാണ്ട് എനിക്കത് ഒട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഈ നമ്മൾ പറഞ്ഞു ഹ്യൂമർ സംഭവം വർക്ക് ആവുന്നില്ല എന്ന്. അതിന്റെ മെയിൻ റീസൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ക്യാരക്ടേഴ്സ് ഒട്ടും റിലേറ്റബിൾ അല്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ സാധാരണ സിനിമ കാണുന്ന സമയത്ത് നമുക്ക് എന്ത് തോന്നുക, ആ സിനിമ കണ്ടിട്ട് ആ ക്യാരക്ടേഴ്സിന്റെ കൂടെ നമ്മളും സഞ്ചരിക്കുന്നതായിട്ട് തോന്നും. ക്യാരക്ടർ കരയാണെങ്കിൽ നമ്മളും കരയും, ക്യാരക്ടർ കോമഡി പറയുകയാണെങ്കിൽ നമ്മൾ ചിരിക്കും. അങ്ങനെയാണല്ലോ സംഭവിക്കുക. കാരണം ആ ക്യാരക്ടർ റിലേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. പക്ഷെ ഇവിടെ ആ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ് പ്രശ്നം? ക്യാരക്ടർ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതുവഴി ഈ പറയുന്ന ഹ്യൂമർ സംഭവങ്ങളൊന്നും ഒട്ടും വർക്കായിട്ടില്ലെങ്കിൽ അതിന്റെ ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ, ഈ പറയുന്ന ഡയറക്ടറുടെ സൈഡിലുള്ള എക്സിക്യൂഷൻ എന്ന് പറയുന്ന സംഭവം പരാജയപ്പെട്ടു പോയി. ഡയലോഗ് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അത് ഇവിടെ എടുത്ത് കാണിക്കുന്ന സമയത്ത് വർക്കാവുന്നില്ലെങ്കിൽ എക്സിക്യൂഷൻ പരാജയപ്പെട്ടു എന്നല്ലാണ്ട് അതിന് വേറെ ഒന്നും പറയാനില്ല. സോ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഇതാണ്, ഇവർ ഉദ്ദേശിച്ചൊരു സംഭവമുണ്ട്, ഒരു സ്റ്റോറി ഉണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷെ അതിങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് വന്ന സമയത്ത് കയ്യിൽ നിന്ന് പാളി പോയിട്ടുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് ശ്രീനാഥ് ബാസിയുടെ ക്യാരക്ടർ നായക കഥാപാത്രമാണ്. അപ്പൊ ആ കഥാപാത്രം ഇവിടെ കൊച്ചിയിൽ ജീവിക്കുന്ന ഒരു ക്യാരക്ടർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആ ക്യാരക്ടർ ഇങ്ങനെ ഡാൻസർ ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്, ഡാൻസ് ഒക്കെ പഠിപ്പിക്കുന്ന ആളാണ്. അപ്പൊ അയാൾ യാദൃശ്ചികമായിട്ട് അയാളുടെ ലൈഫിലേക്ക് ഒരു സമയത്ത് സെമിത്തേരിയിലെ കുറച്ച് കുരിശൊക്കെ എടുത്ത് പോരുന്നു. ആ കുരിശിന്റെ കൂടെ 5 ആത്മാക്കൾ ഇയാളുടെ കൂടെയും ഇയാളുടെ സുഹൃത്തിന്റെ കൂടെയും വരുന്നൊക്കെയാണ് കഥ പറയുന്നത്. അപ്പൊ ഇതില് ഞാൻ കണ്ടൊരു വലിയ പ്രശ്നം എന്താ അറിയോ, ഈ ശ്രീനാഥ് ബാസി എന്ന് പറയുന്ന ആ ഒരു നടൻ ഈ ക്യാരക്ടറിന് ഒട്ടും ഓക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഒന്നാമത് ശ്രീനാഥ് ബാസി ഇപ്പൊ അത്യാവശ്യം ഏജ് ഒക്കെ തോന്നുന്നുണ്ട്. ആ ഏജ് തോന്നുന്നത് കൊണ്ട് തന്നെ കുറച്ച് യൂത്ത്ഫുൾ ആയിട്ടുള്ള ആ ഒരു എനർജിയിൽ നിൽക്കുന്ന ക്യാരക്ടറായിട്ട് മാറാൻ ഇയാൾക്ക് കുറച്ച് പ്രയാസമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അയാൾ അഭിനയിക്കുന്നുണ്ട്, ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്, പക്ഷേ അങ്ങനെ ഒരാളല്ല ഈ ക്യാരക്ടറിന് വേണ്ടത്. കുറച്ചും കൂടി മാറി യൂത്ത്ഫുൾ എനർജിയിലേക്ക് എത്തുന്ന ആരെങ്കിലും വേണമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ പ്രവീൺ ടേജ് ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ക്യാരക്ടേഴ്സിന്റെ കാര്യത്തിലും പ്രശ്നം ഫീൽ ചെയ്തു. പിന്നെ പറയാനുള്ള ഒരു വലിയ പ്രശ്നമാണ് ഇതിനകത്ത് ഹൊറർ സംഭവം. ആ ഹൊറർ എലമെന്റ്സ് ഒക്കെ കൊണ്ടുവരുന്നെങ്കിലും നമുക്ക് അത് പലപ്പോഴും ഉണ്ടല്ലോ, സത്യം പറയാലോ, വളരെ നമ്മൾ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ കോമാളിത്തരങ്ങൾ പോലെയൊക്കെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും അതിന്റെ കറക്റ്റ് ഔട്ട് എന്താണെന്ന് അറിയണമെങ്കിൽ, കൃത്യമായിട്ട് അറിയണമെങ്കിൽ തിയേറ്ററിൽ പോയി ഇരുന്നാൽ അറിയാൻ പറ്റും. ഓഡിയൻസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ഉണ്ടല്ലോ, ആ പ്രതികരണം ലൈവായിട്ട് കേട്ടാലും കണ്ടാലും മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്താണ് ഇവർ ചെയ്തു വെച്ചേക്കുന്നത്. അപ്പൊ ഹൊറർ എലമെന്റ്സ് ഒക്കെ ചേർത്തിട്ടും അത് വർക്കായിട്ടില്ല. പിന്നെ നമുക്ക് ഈ പറയുന്ന ആത്മാക്കളായിട്ട് വരുന്നുണ്ട്, എന്താണ് അവരുടെ ഉദ്ദേശം, എന്താണ് അവരുടെ പ്രശ്നം, അതൊക്കെ അറിയാനുള്ള ക്യൂരിയോസിറ്റി ആക്ച്വലി നമുക്കാണ് വരേണ്ടത്. ക്യാരക്ടേഴ്സിന് ആ ക്യൂരിയോസിറ്റി എന്തായാലും ഉണ്ട്, പക്ഷെ നമുക്ക് ആ ക്യൂരിയോസിറ്റി വരുന്നില്ല. കാരണം നമുക്ക് ഈ പറഞ്ഞ ഹൊറർ സംഭവത്തിന്റെ കൂടെ പോകാൻ നമുക്ക് പറ്റണില്ല. സോ അവിടെയും കുറെ പ്രശ്നങ്ങളൊക്കെ ഫീൽ ചെയ്തു. പിന്നെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത്. സാം CS ആണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തിട്ടുള്ളത്. പലപ്പോഴും ഈ ഒരു സിനിമയിൽ എനിക്ക് എന്തെങ്കിലും രീതിക്ക് മുൻപോട്ട് എന്തെങ്കിലും കാണണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കഥയുടെ കൂടെ കുറച്ചെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഒന്ന് സഞ്ചരിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണമാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഇതിന്റെ സെക്കൻഡ് ഹാഫിൽ കുറച്ചൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഈ പറഞ്ഞ പോലെ സിദ്ധാർത്ഥ് ഭരതനെ കൊണ്ട് കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തത് ഒരു കോമഡിയൊക്കെ ചെയ്യുന്ന ഹ്യൂമറസ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത ക്യാരക്ടറാണ്. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ കയ്യെന്ന് പാളിപ്പോയി. നമുക്ക് സിദ്ധാർത്ഥ് ഭരതൻ എന്താണ് ഈ പറഞ്ഞു വെച്ചേക്കുന്നതെന്നൊക്കെ തോന്നിപ്പോകുന്നുണ്ട്. എന്നാലും
അതിൽ പലപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ഏരിയയും വരുന്നുണ്ട്. അവിടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ കുറച്ച് മെച്ചപ്പെട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ മണികണ്ഠന്റെ ക്യാരക്ടർ, അത് എനിക്ക് കുറച്ച് കൊള്ളാവുന്ന ഒരു ക്യാരക്ടറും പെർഫോമൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പുള്ളിക്കാരനിൽ നിന്ന് നമ്മൾ അധികം കാണാത്ത ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. അതേപോലെ ബിജുക്കുട്ടന്റെ ഒരു ക്യാരക്ടർ വന്നിട്ടുണ്ട്. സത്യം പറയാലോ, വാഴ സിനിമയിലൊക്കെ, വാഴ 2ലൊക്കെ ബിജുക്കുട്ടനെ കണ്ട് നമ്മളിങ്ങനെ ഇഷ്ടപ്പെട്ട് വന്നിട്ട് ഒറ്റയടിക്ക് ബിജുക്കുട്ടൻ പണ്ടത്തെ ബിജുക്കുട്ടനിലേക്ക് പോയ പോലെ ഒരു ഫീൽ വന്നു. പണ്ടത്തെ ബിജുക്കുട്ടൻ മോശമാണെന്നല്ല പറയുന്നത്, പക്ഷെ ബിജുക്കുട്ടനെ കുറച്ചും കൂടി നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു കാലത്ത് ബിജുക്കുട്ടനിൽ നിന്ന് ഒന്നുമില്ലാത്ത രീതിക്ക് ഒരു തുടക്കക്കാരനെ പോലെ കൊണ്ടുപോയി നിർത്തിയ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു പ്രശ്നം, ഇതിപ്പോ വാഴയ്ക്ക് മുൻപൊക്കെ ഷൂട്ട് തുടങ്ങിയ മൂവി ആയിരിക്കും, എന്നാൽ കൂടിയും ബിജുക്കുട്ടനെ വീണ്ടും പഴയ പോലെ ആ കാലഘട്ടത്തിലെ പോലെ കാണുമ്പോൾ കുറച്ച് വിഷമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് അനാവശ്യമായിട്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കാമുകിമാരെയും കൊണ്ട് റൂം എടുക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ വെറുതെ കൊടുത്തു. എന്തിനാണ് ഇതിന്റെ ആവശ്യം എന്ന് പോലും അറിയാത്ത ഒരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് 5 പ്രേതങ്ങളായിട്ട് അഭിനയിക്കുന്ന ആളുകൾ, സത്യത്തിൽ അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, പക്ഷെ ഉള്ള ഭാഗം അവർ കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും പ്രത്യേകിച്ച് ഒന്നും ഏക്കാൻ പോണില്ല, അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ചും പറയേണ്ട കാര്യമില്ല. പിന്നെ നായികയായിട്ട് വന്നിട്ടുള്ള ഫെമിന ജോർജ്, അറിയാലോ, പുള്ളിക്കാരിയായിരുന്നു നമ്മുടെ മിന്നൽ മുരളിയിലെ ബ്രൂസ്ലി ബിജി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തത്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പെർഫോമൻസ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതേ സംഭവം ഇവിടെയും ചെയ്ത പോലെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പൊ എനിക്ക് സിനിമയെ കുറിച്ച് മൊത്തത്തിലുള്ള അഭിപ്രായം എന്താന്ന് വെച്ചാല്, ടെക്നിക്കലി നോക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊള്ളാമെന്ന് തോന്നി. പിന്നെ ബബ്ലു ആണ് അതിന്റെ DOP ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്, അതെനിക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു ഫീല് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ടെക്നിക്കൽ സൈഡൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ എനിക്ക് സിനിമ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് എക്സിക്യൂഷൻ സൈഡിൽ പരാജയപ്പെട്ടു പോയ പോലെയാണ് തോന്നിയിട്ടുള്ളത്. ഡയറക്ടർ സൈഡിൽ ആ സിനിമ അവർ എക്സിക്യൂട്ട് ചെയ്ത രീതിയിൽ എക്സിക്യൂഷനിൽ പരാജയപ്പെട്ടു പോയത് കൊണ്ട് മാത്രം കയ്യിൽ നിന്ന് പാളിപ്പോയ ഒരു സിനിമയാണ് കറക്കം എന്നാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്.